ബാലചന്ദ്രൻ അറിഞ്ഞു അലീന ആരാണെന്ന സത്യം. അതുപോലെ വൈജയന്തിയും മനസ്സിലാക്കാണ് താൻ നൊന്തു പ്രസവിച്ച തൻ്റെ മകളാണ് അലീനയെന്ന്. ആ ഒരു നിമിഷം വൈജയന്തിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അലീന അവളുടെ കൺമുമ്പിൽ പോലും ഉണ്ടാവില്ല. അത്രത്തോളം ദൂരത്തായി കാണും. അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണ്. ആ ഒരു സമയത്താണ് വൈജയന്തി ഈ സത്യങ്ങളൊക്കെ അറിയുന്നത്. തൻ്റെ മകളെ കാണാനായിട്ട് മനസ്സ് പിടക്കുന്നുണ്ട്. ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മുത്തശ്ശി വൈജയെ വന്ന് വിഷമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വല്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ വൈജയം, ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ. നിനക്ക് അന്നുണ്ടായ മോള് മരിച്ചു പോയെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. ഞങ്ങളെ കരുതിയെന്നല്ല, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വിവാഹത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും ജീവിച്ചേനെ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ ആ കുഞ്ഞിനെ അനാഥയത്തിലാക്കി. എന്നിട്ട് എന്നോട്